സംശയാസ്പദമാണ്. കാരണം 2021 ഏപ്രിൽ 6 തെരഞ്ഞെടുപ്പ് നടന്ന് ഏപ്രിൽ 7 തന്നെ കണക്കുകൾ വ്യക്തമാക്കാൻ കഴിയും വിധത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് മെച്ചപ്പെട്ടെങ്കിൽ 5 വർഷത്തിന് ശേഷം അത് ഇരുണ്ട കാലത്തേക്ക് പോകില്ലല്ലോ. മെയ് 9 സ്വാഭാവികം രാത്രി കുറച്ച് വൈകുന്നതുവരെ ചില കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് നടന്നിട്ടുണ്ടാവും. പക്ഷേ അന്ന് രാത്രി തന്നെ കണക്ക് കിട്ടും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം പ്രസിദ്ധീകരിക്കാം. അതൊന്നും ഉണ്ടായില്ലല്ലോ. അതിനുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ പറയുന്ന ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരുടെ ബാലറ്റ് വിതരണത്തിലും വോട്ട് ചെയ്യുന്നതിലും ഉണ്ടായ അങ്ങേയറ്റം നിരുത്തരവാദപരമായ സമീപനം സ്വീകരിച്ചതാണ്. കോടതിയിൽ കേസാണ്, കോടതിയിൽ അത് പറയേണ്ടി വരും. അതുകൊണ്ട് കണക്ക് ആ സമയത്ത് പറഞ്ഞാൽ കോടതിയിൽ തിരിച്ചടി കിട്ടും. കണ്ണൂര് ഇടതുപക്ഷത്തിന് തോൽക്കാൻ സീറ്റില്ല. ഇടതുപക്ഷത്തിന് അനുകൂലമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇടതുപക്ഷം നല്ല മുന്നേറ്റം ഉണ്ടാകും. ഇരിക്കൂറിലും നല്ല മുന്നേറ്റം ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ട്. അവിടെ അട്ടിമറി സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അല്ല, അത് നേരത്തെ പറഞ്ഞതാണല്ലോ. വിമതന്മാർക്ക് വോട്ടർമാരെ സമീപിച്ച് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകൾ വരെ വ്യക്തമായതാണ്. അടിയൊഴുക്കുണ്ടായത് ഇടതുപക്ഷത്തെ മൂന്നാമതും അധികാരത്തിലെത്തിക്കാനുള്ള UDF കേന്ദ്രങ്ങളിലെ അടിയൊഴുക്കാണ്. അത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്, ദൗർഭാഗ്യകരമാണ്. CPIM അത്തരം അക്രമ സംഭവങ്ങളോട് യോജിക്കുന്നില്ല. അല്ല, അത് പാർട്ടിയുമായി യാതൊരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയുന്ന സംഭവങ്ങളല്ല. പിന്നെ അവിടെ എന്തുണ്ടായി എന്നുള്ളത് പ്രത്യേകം പരിശോധിക്കണം. എന്ന് പറഞ്ഞാൽ പാർട്ടി ഇത്തരം അക്രമങ്ങളോട് യോജിക്കുന്നില്ല. അത് പാർട്ടി പ്രവർത്തകരാകെ മനസ്സിലാക്കണം. പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചിലര് ശത്രുപക്ഷത്തോടൊപ്പം ചേർന്ന് പാർട്ടി ഭരണഘടനയുടെ 11-ാം വകുപ്പിൽ പറയുന്ന പാർട്ടി അർപ്പിച്ച വിശ്വാസത്തെ വഞ്ചിച്ചു കൊണ്ടുപോയി എന്നുള്ള വികാരമുണ്ടെങ്കിലും അക്രമം അതിന് പരിഹാരമല്ല. അത് ജനങ്ങളോട് പറയുകയും ജനങ്ങളെ പാർട്ടിയോടൊപ്പം അണിനിരത്തുകയുമാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ 2 രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഭാഗത്ത് മലപ്പട്ടത്ത് TK ഗോവിന്ദൻ മാസ്റ്റർ കൂക്കിവിളിയെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊരു ജനത്തിൻ്റെ പരിഹാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ അക്രമം അതല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ചിലരെ നിസ്സാരന്മാരായി കാണേണ്ടതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നാൽ ഇവരെല്ലാം തന്നെ നിസ്സാരന്മാരാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യമാവും. അത് ജനങ്ങളാണ് രാജാക്കന്മാർ എന്ന് കണ്ടുകൊണ്ടുള്ള സമീപനമാണ്. ഇനി അങ്ങനെ ഒരു തിരുത്തലിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന പരിശോധനയുടെ കാലഘട്ടമാണല്ലോ. അപ്പോൾ സ്വാഭാവിക ഏത് തരത്തിലായിരിക്കും അത്തരം പരിശോധന? പാർട്ടി തലത്തിൽ അത്തരം ചില സംഘടനാപരമായ നടപടികളിലേക്കും തിരുത്തലുകളിലേക്കൊക്കെ പോകും. MV ജയരാജൻ പാർട്ടിയെ വഞ്ചിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം
ഉറച്ച നിലപാട്, ഒരു മാർക്സിസ്റ്റ് നിലപാട് ജയരാജനുണ്ടാവണം. ആ മാർക്സിസ്റ്റ് നിലപാട് ജയരാജൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം പാർട്ടി നടത്തും. എം വി ജയരാജൻ അടക്കമുള്ളവർ പാർട്ടിയെ വഞ്ചിച്ചു പോകുമ്പോൾ ഭരണഘടനയുടെ 11-ാം വകുപ്പിൽ വർഗവഞ്ചകനാണ് എന്ന് പറയുന്ന കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് ഇത്തരത്തിൽ ആരെങ്കിലും ഒരാൾ പാർട്ടി വിട്ട് മറുപക്ഷത്ത് പോയി, അതും പാർലമെൻ്ററി വ്യാമോഹത്തിൽ ആകൃഷ്ടരായി അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നതിനെ കാണേണ്ടത്. എത്രയോ ആളുകൾ, നമ്മുടെ പാർട്ടിയിൽ 5.5 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. മഹാഭൂരിപക്ഷം പേർ മത്സരിക്കാനുള്ള ഒരവസരം പോലും ഇല്ലാതെ, സ്ഥാനാർത്ഥിയായി മോഹം പോലും ഇല്ലാതെ പാർട്ടിക്ക് വേണ്ടി കഠിനമായി പ്രവർത്തിക്കുന്നവരുണ്ട്. ജീവത്യാഗം വരിച്ച രക്തസാക്ഷികളുണ്ട്. അതുകൊണ്ട് പാർട്ടിയിൽ ഏതാനും ചിലർ പാർലമെൻ്ററി സ്ഥാനത്തിനു വേണ്ടിയുള്ള ആർത്തി പൂണ്ടവരായി മാറുമ്പോൾ എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോകുന്ന ഒരാൾ പോലും ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത, അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. ജയരാജൻ വർഗവഞ്ചകനാകാതിരിക്കാൻ ജയരാജനെ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ കേഡറാക്കി മാറ്റുക. അത് ഞങ്ങളെ പോലുള്ളവരുടെ വീഴ്ച തന്നെയല്ല എല്ലാവരുടെയും. അതിലെന്താ തർക്കം? പെൻഷൻ 2000 ഉറുപ്പ്യ കൊടുത്തിട്ടും ഞങ്ങളെ ജനങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ പെൻഷൻ ഇനി 100 ഉറുപ്പ്യ കൊടുക്കണം എന്നുള്ള വിലയിരുത്തലിലേക്ക് എത്താൻ പറ്റൂലല്ലോ. അത് 2000-ആയും അത് 3000-ആയും വർദ്ധിപ്പിക്കാൻ കഴിയത്തക്ക നിലയിൽ ജനങ്ങളോടൊപ്പം നിൽക്കണം. അത് പാർലമെൻ്ററി സംവിധാനത്തിൽ നമ്മൾ നിലനിൽക്കുന്നിടത്തോളം കാലം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. ഇനി പാർലമെൻ്ററി വേദിയിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ ഈ പാർട്ടി അങ്ങ് പിരിച്ചുവിടപ്പെടുകയോ ഒലിച്ചു പോവുകയോ ചെയ്യില്ല. പൊരുതി അത് 3000 നേടാൻ നോക്കും. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എല്ലാ സീറ്റുകളിലും കടുത്ത മത്സരമായിരുന്നു. ഈസി വാക്ക് ഓവർ ഒരു മണ്ഡലത്തിലും ഇല്ല. പക്ഷേ കാസർഗോഡ് നിലവിലുള്ള സീറ്റുകൾ ഇടതുപക്ഷം നിലനിർത്തുകയും ഒപ്പം മറ്റ് 2 മണ്ഡലങ്ങളിൽ നല്ല മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും വിധത്തിലായിരുന്നു വോട്ടെടുപ്പ് ദിവസം വരെയുള്ള അനുഭവം. ഞാൻ അന്നേ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയായാലും ശരി മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയായാലും ശരി തെരഞ്ഞെടുപ്പിൽ ഈസി വാക്ക് ഓവർ ഒന്നുമില്ല. അത് അഹങ്കാരമാണ്. ജനങ്ങളാണ് രാജാക്കന്മാർ. അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ധർമ്മടത്തടക്കം നടത്തിയത്. ഒരു പിഴവും ഉണ്ടാകാത്ത വിധമുള്ള പ്രവർത്തനം സംഘടിപ്പിക്കാനാണ് പരിശ്രമിച്ചത്.